പ്രവാസി മലയാളി നിക്ഷേപകർക്കായി കണ്ണൂരിൽ വ്യവസായ പാർക്ക് തുടങ്ങുമെന്ന് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. കണ്ണൂരിലെ കിൻഫ്രയിൽ ഇതിനുള്ള ഭൂമി കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഫെബ്രുവരി 21-22 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയുടെ ഭാഗമായി ദുബായിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് വീണ്ടും മാറ്റി. റിയാദിലെ കോടതിയാണ് കേസ് നീട്ടിവെച്ചത്. കഴിഞ്ഞ 5 തവണയും കേസ് മാറ്റിവെച്ചിരുന്നു. ജയിൽ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു അബ്ദുൾ റഹീമും കുടുംബവും നിയമസഹായവും സമിതിയും. ഓൺലൈനായി കേസ് പരിഗണിച്ചപ്പോൾ അബ്ദുൾ റഹീമും അഭിഭാഷകനും ഹാജരായി. ഇതിനു മുമ്പ് പലതവണ കോടതി കേസ് പരിഗണിച്ചിരുന്നുവെങ്കിലും അന്തിമ വിധി പറയുന്നത് നീട്ടിവെക്കുകയായിരുന്നു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം. പരിസ്ഥിതി സൗഹൃദ ട്രാക്കിൽ കുതിക്കുന്ന അബുദാബി മസ്തർ സിറ്റിയുടെ ഡ്രൈവറില്ല ഷട്ടിൽ ബസ് സേവനം ഔദ്യോഗികമായി ആരംഭിച്ചു. അബുദാബി സുസ്ഥിരത വാരത്തിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു പ്രഖ്യാപനം. മസ്തർ സിറ്റിയുടെ സ്വയംഭരണ വാഹനങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ദൂരവും റൂട്ടുമെല്ലാം മുൻകൂട്ടി സെറ്റ് ചെയ്ത് സെൻസറുകളും GPS ഓപ്റ്റിക്കൽ റെക്കഗ്നിഷൻ സിസ്റ്റം, റിയൽ ടൈം പൊസിഷനിംഗ് സിസ്റ്റം, നിർമ്മിത ബുദ്ധി, 3D ക്യാമറ തുടങ്ങി നവീന സാങ്കേതിക വിദ്യകളുടെ സാധ്യതകളെല്ലാം ഉപയോഗിച്ചാണ് സഞ്ചാരം. ലോകത്താകമാനം 100 കോടി പേർക്ക് അഗ്നിരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ച് ദുബായ്. 1 ബില്യൺ റെഡിനെസ് എന്ന പേരിൽ പദ്ധതിയിൽ 34 രാജ്യങ്ങളുമായി 16 സംഘടനകളുമായി കൈകോർത്ത് ലക്ഷ്യം കൈവരിക്കാനാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തീപിടുത്തങ്ങളിൽ നിന്ന് സുരക്ഷിതരാവാനുള്ള ലോകത്തെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണിതെന്ന് ദുബായ് ദുരന്ത നിവാരണ ഉന്നതാധികാര സമിതി ചെയർമാൻ ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. റാസൽ ഖൈമിൽ ട്രാഫിക് നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ഇനി ഉടമസ്ഥരുടെ അധീനതയിൽ തന്നെ സൂക്ഷിക്കാൻ സ്മാർട്ട് ഇമ്പൗണ്ട്മെന്റ് സംവിധാനം അവതരിപ്പിക്കുകയാണ് റാക് പോലീസ്. ജനറൽ റിസോഴ്സ് അതോറിറ്റിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പുതിയ സംവിധാനം ജനുവരി 20 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് റാക് പോലീസ് മേധാവി മേജർ ജനറൽ അലി അബ്ദുള്ള ബിൻ അൽവാൻ അൽ നുഐമി വ്യക്തമാക്കി. UAE-യിൽ വർദ്ധിച്ചു വരുന്ന വാടക ടോൾ നിരക്കുകൾ താങ്ങാനാകാത്തതിനാൽ തൊഴിൽ ഉടമകളോട് ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് ജീവനക്കാർ. ഉയർന്ന വീട്ടുവാടക, ഗതാഗതം, കുട്ടികളുടെ വിദ്യാഭ്യാസ അലവൻസുകൾ എന്നീ ആനുകൂല്യങ്ങളാണ് ജീവനക്കാർ തൊഴിൽ ഉടമകളോട് ആവശ്യപ്പെട്ടത്. വാടക വർധനയും ദുബായിലെ പുതിയ റോഡ് ടോൾ ഗേറ്റുകൾ ഏർപ്പെടുത്തുകയും ചെയ്തതിനാൽ UAE-യിലെ ജീവനക്കാർക്ക് അധിക ചെലവാണെന്ന് റിക്രൂട്ട്മെന്റ് കൺസൾട്ടൻസ് പറഞ്ഞു.